വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തെ തുടർന്ന് കലാപബാധിതമായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം. കലാപം ആസൂത്രിതമെന്നും SDPIക്ക് ഇതിൽ പ്രധാന പങ്കുണ്ട് എന്നുമാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം കലാപബാധിത മേഖലകളിൽ നിന്ന് ആളുകൾ കൂട്ടമായി ഒഴിഞ്ഞു പോവുകയാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായുണ്ട്. ബൽറാം, ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഇന്നലെ തന്നെ കേന്ദ്രസേനയെ വീണ്ടും വിന്യസിക്കണമെന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ SDPIക്ക് ഇതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് പോലീസ് പറയുമ്പോൾ എന്തൊക്കെ വിശദാംശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്? അനുജ, പശ്ചിമബംഗാളിലെ സംഘർഷഭരിതമായിരുന്ന മുർഷിദാബാദിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 5 കമ്പനി കേന്ദ്രസേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. സമാധാനം ഏതാണ്ട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും അവകാശപ്പെടുന്നത്. അതേസമയം ഈ കലാപവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു ആസൂത്രിതമായ കലാപമാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒന്നിക്കുന്ന ഘട്ടം, ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തി SDPIയുടെ നേതൃത്വത്തിൽ ആസൂത്രിതമായി ഇത്തരം ഒരു സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പ്രദേശം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുർഷിദാബാദ് മേഖല ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം SDPI ഒരു അവസരം, കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിഷയം കാത്തിരിക്കുകയായിരുന്നു എന്നും ഈ വഖഫ് ബില്ലിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി എന്നുള്ളത് മുസ്ലിം വിഭാഗത്തിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് എന്ന പ്രചരണം SDPI ഈ പ്രദേശത്ത് ആകമാനം നടത്തുകയും യുവാക്കൾക്കിടയിൽ പ്രത്യേകം പ്രകോപനപരമായ പ്രചരണം നടത്തിയിരുന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപമായിരുന്നു മുർഷിദാബാദിലേത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ ബന്ധുക്കളും പോലീസിന് സമാനമായ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം പ്രചരണം നടത്തിയവർക്കെതിരെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഈ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 160ഓളം പേർ അറസ്റ്റിലായിട്ടുണ്ട്. 3 പേരാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഇപ്പോഴും സമാധാനം കഴിഞ്ഞ 2 ദിവസമായി തുടരുമ്പോഴും കനത്ത ജാഗ്രത തുടരുകയാണ്. ഇന്റർനെറ്റ് നിരോധനം ചൊവ്വാഴ്ച വരെ തുടരും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സംഘർഷം ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അനുജ, അതാണ് മുർഷിദാബാദിൽ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ.